ഞാൻ ഈ കാലത്ത് ചെറുപ്പത്തിൽ ഇവിടെ കളിക്കായിരുന്നു പാലസിൽ. അപ്പോൾ കളിക്കണമൊക്കെ മോഹൻലാൽമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലത്തെങ്കിൽ അങ്ങനത്തെ ജോർജ് ഏട്ടൻ, അങ്ങനത്തെ പാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ പൈസക്കാർ. പിന്നെ അവർ കളി എല്ലാ കൊല്ലം അല്ല എല്ലാ ദിവസവും കാലത്ത് കളിക്കും. ഇങ്ങനെ ഇപ്പോഴൊന്നും ഇല്ലാത്തത്. നല്ല സുഖമാണ് അവരുടെ കൂടെ കളിക്കാൻ. ആ പോലീസിൽ കാരണം മുന്നേട്ടാ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഞാനങ്ങനെ കളിയൊക്കെ ആയിട്ട് നിൽക്കും. ഏട്ടനുണ്ട് കുഞ്ഞുപാലൊന്ന് കളിക്കുക. അപ്പോൾ അവർക്ക് ഞാൻ നിൽക്കണ കണ്ട് അറിയാം വീട്ടിലെന്തെങ്കിലും ആവശ്യം. അപ്പോൾ 10-20 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ വരും. അങ്ങനെ എത്ര വട്ടം തന്നിട്ടുണ്ടെന്ന് പറയാം ആള്. ഞാൻ പക്ഷെ അത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എത്രയോ വട്ടം എത്ര കൊല്ലം അങ്ങനെ തന്നിട്ടുണ്ടെന്ന് പറയാം. ചിലരൊക്കെ ഞാൻ അറിയാം ഇവനീ പൈസ മേടിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്കറിയിക്ക് ഇപ്പോൾ ചെന്ന് നിന്നതിൻ്റെ വിഷമമാണോ ആ സമയത്ത് സന്തോഷമായിരുന്നു. കാരണം വീട്ടിൽ അങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു. ഇപ്പോൾ പാലാട്ട് തരണ കാശുകൊണ്ട് എനിക്ക് നല്ല ഞാനപ്പോൾ പോലീസിലും കയറിയിട്ടില്ല. ആലോചിക്കുന്നു. ആ ഒരു വലിയൊരു ഉപകാരമാണ് ആൾ ചെയ്തത്. അങ്ങനെ എല്ലാവരും കിട്ടണമെന്നില്ല മനസ്സിന് അല്ലേ. അപ്പോൾ അവരെങ്ങനെ കുറേ പേരുണ്ട് എനിക്ക് ഇങ്ങനെ സഹായിച്ചേര്. പിന്നെ എനിക്ക് ബൂട്ടില്ലാണ്ട് അറിയായിരിക്കും വേണം. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ UP ജോണി സാറുണ്ട്, പ്രൊഫസർ ആള്. ഞാൻ ബൂട്ടില്ലാണ്ട് ആദ്യം സെലക്ഷൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ബൂട്ട് മേടിച്ച് തന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം. സമൂഹം തന്നെ കൂടെ നിന്നു. സമൂഹം തന്നെ കൂടെ നിന്നു. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അതെ, അത് നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ ക്യാരക്ടർ കൊണ്ടും കിട്ടുന്നതാണ്. അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നിമിത്തമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് പത്മശ്രീയൊക്കെ കിട്ടിയത്. അവരൊക്കെ പ്രാർത്ഥനയാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ കുറെ ഇന്ത്യ കളിച്ച് അതുകൊണ്ട് കിട്ടിയൊന്നുമല്ല. കുറെ ഭാഗ്യം ഇവരൊക്കെ പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്ധവിശ്വാസമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എല്ലാ ദൈവങ്ങളും വിശ്വാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അവരെ പുച്ഛിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് കുറെ വയസ്സായ ആൾക്കാരുടെ പ്രാർത്ഥനയൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയിരുന്നത്. ആദ്യ സെവൻസ് കളിക്കുന്ന എവിടെയാണ്? ആദ്യ സെവൻസ് കളിക്കുന്നത് ഞാൻ എൻ്റെ ടീമുണ്ട് നാട്ടിലെ ഫുഡ് ലൈൻ എന്ന് പറഞ്ഞ ടീമുണ്ട്. അവരൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ ബൂട്ടില്ലാണ്ട് കളിക്കണത്. ഞങ്ങൾ ബൂട്ടില്ലാണ്ട് കളിക്കണം ആ സമയത്തൊക്കെ. ഞങ്ങൾ നല്ല ടീമുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനൊക്കെ ചെറിയ ചെക്കനാണ്. സ്കൂളിലൊക്കെ 5-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. ഫുഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ടീമിനാണ് ആദ്യമായിട്ട് സെവൻസ് കളിക്കുന്നത്. പിന്നെയാണ് ഞാൻ ഷാജോ സ്പോർട്സ് ഈ പറമ്പൻ്റെ ടീമിന്, പിന്നെ ഞങ്ങളുടെ ജിംഖാനയ്ക്ക്, അങ്ങനെ ഞങ്ങളുടെ ടീമിൽ കളിച്ചിട്ടുണ്ട്. യൂണിറ്റി സോക്കർ ക്ലബിന് കളിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ വിളിക്കുമ്പോൾ കാശി കളിക്കാൻ പോകാറുണ്ട്. സലീംകുട്ടി നമ്മുടെ ആളല്ലേ. സലീംകുട്ടി ഞാനൊക്കെ ഒരുമിച്ച് സന്തോഷ് മുട്ട് പോയത് ഫസ്റ്റ് ഒരു ചക്രക്കുട്ടിയാണ്. ഇപ്പോഴായാലും നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെയാണ് സ്നേഹം. ഇപ്പൊ അവിടെ എവിടെ തൊടുപുഴ ഇപ്പൊ നമുക്ക് കൊടുത്ത ആവശ്യമുണ്ട്. ഇങ്ങനെ സെലിമിൻ്റെ വിളിച്ചു കഴിഞ്ഞാൽ മതി. അതൊക്കെ അതെന്താണ് നമ്മൾ അവരോട് കൊടുക്കുന്ന ആ സ്നേഹവും അത് തിരിച്ചു തരുന്നതാണ് അവർ അല്ലേ. അതൊക്കെയാണ് സെലിം കുട്ടിക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മളെ കുറിച്ച്. ഞാൻ അവനെ ഒരുമിച്ച് സന്തോഷ് ട്രോഫി പാലക്കാടൊക്കെ കളിച്ചിട്ടുള്ളതാണ്. ത്രോ ചന്ദ്രൻ കഴിഞ്ഞ സെലിംകുട്ടിയുടെ ത്രോ ആയിരുന്നു. പിന്നെ നല്ല രസം. ഞാനെന്നൊരു ഗോൾ അടിച്ചെന്ന് അറിയാം അവൻ്റെ ത്രോയില്. മറ്റുള്ളവർക്ക് അറിയില്ല ത്രോ. നമ്മൾ ആ രണ്ട് ഡിഫറൻറ്റ് ഇടയിൽ നിന്നാൽ മതി. സെലിംകുട്ടി ആയത് വിളിച്ചാൽ മതി. അവിടെ എറിഞ്ഞോന്നോളൂ. ഓടിക്കൊണ്ട് ഗോൾ അടിച്ചാൽ പോലെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അതല്ലേ. ഇപ്പോഴും ഒരു ഫുട്ബോളിന് വേണ്ടി ജയിക്കാന്ന് പറയാം അല്ലേ. ഇപ്പോഴും എനിക്കറിയാം. ഞാൻ എപ്പോഴും ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുന്നല്ലേ. ഹോട്ടൽ അവിടെ ആർക്ക് ഇട്ട് കൊടുക്കുന്നു, അവിടെ തന്നെ മുട്ടയും ചായയും കൊണ്ട് കൊടുക്കുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട് അത് അവന് വേണ്ടിട്ടല്ല അവൻ കഷ്ടപ്പെടണ. മറ്റുള്ള പ്ലേയേഴ്സ് IM വിജയൻ എന്ന് പറഞ്ഞാൽ അവന് 100 നാക്കാണ്. നമ്മളങ്ങനെ അല്ല. എന്നല്ല, അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യണില്ല. അവൻ ചെയ്യണമൊക്കെ ചെറിയ ഒന്നുമില്ലാത്ത പ്ലേയേഴ്സിന് എന്താ വേണ്ടേ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ചെയ്യണം. സെലിംകുട്ടി അത് വേറൊരു അതങ്ങനെയൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കിട്ടില്ല. അവൻ വലിയ കോടീശ്വരൻ അംബാനിയുടെ മോനൊന്നുമല്ല. അവൻ സാധാരണ ഒരാള് റോട്ടിൽ അവനെന്ത് ഒരാളുടെ പ്രശ്നം എടുത്തില്ല അവൻ എന്തായാലും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് എൻ്റെ മാനേജറിനെ അറിയാൻ നന്നായിട്ട്. ശരി അവനും അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അല്ല, തൊടുപുഴ ക്ലബിൽ നിന്ന് എത്ര പേര് സന്തോഷ് ട്രോഫിക്ക് പോയി? പിന്നെ കുറെ പേരുണ്ടല്ലോ. പ്രദീപിനേക്കാളും മുന്നേ പോയിട്ടുണ്ട് ഇഷ്ടം മാതിരി. അതെ. ജസ്റ്റിൻ അവനൊക്കെ ജസ്റ്റിനെ നമ്മുടെ ക്ലബിലാലും കൊണ്ട ചേർക്കുന്നത്. അവൻ മറ്റേത് ISL കളിച്ചിട്ടുള്ളതല്ലേ. അതെ. അങ്ങനെ എത്രയോ പേരുകൾ. സെലിംകുട്ടിയുടെ
കോച്ചിങ്ങോടുകൂടി പോയവരുണ്ട്. സൈലൻകുട്ടി വേറൊരു റേഞ്ച് അല്ല അവിടെ. അതെ അതെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.